സർ, നമുക്കറിയാം നിരന്തരം സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്താണ് നമ്മളുള്ളത്. അതേ പാർട്ടിയുടെ പോലീസിന്റെ മുൻപിലേക്ക് ഒരു കേസ് എത്തുന്നു. മോഷണക്കുറ്റമാണ്. ആ മോഷണക്കുറ്റം ആരോപിച്ച് അവിടെ എത്തിയ സ്ത്രീയാണെങ്കിൽ പോലീസുകാരുടെ കൈയും കാലും പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നു. അവർ പറയാണ്, ക്ഷമാപണം നടത്തുകയല്ല, അവർ പറയാണ് ഞാൻ തെറ്റുകാരിയല്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ കുറ്റക്കാരിയല്ലെന്ന്. പക്ഷേ അവരുടെ നിറവും ജാതിയും അവരാ പറയുന്നത് വിശ്വാസത്തിലെടുക്കാൻ പോലീസുകാരെ പ്രേരിപ്പിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നില്ല. പകരം ആ സ്ത്രീയെ ഉപദ്രവിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, മോഷണക്കുറ്റം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതേ പോലീസുകാർ വൈകുന്നേരത്ത് വയലിലൊരുക്കിയ വലിയൊരു സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ വലിയൊരു സ്റ്റേജിൽ വേടന് കാവലൊരുക്കുന്നു, സംരക്ഷണ കവചം തീർക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പ്രസ്താവനയോട് സാറിന്റെ ഒരു നിരീക്ഷണം എന്താണ്? കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ ഒരു നേർ വിവരണമാണ് നീതു ഇപ്പോൾ ഇവിടെ നൽകിയത്. കേരളത്തിന്റെ രാഷ്ട്രീയം എപ്പോഴും ചൂഷണത്തിന്റെയും അതുപോലെ തന്നെ പാവങ്ങളുടെയും പട്ടിണിക്കാരുടെയും പിന്നോക്കക്കാരുടെയും ദളിതരുടെയും ആദിവാസികളുടെയും പട്ടികജാതി പട്ടികവർഗക്കാരന്റെയും പേരിലാണ് ആഘോഷിക്കപ്പെടുന്നത്. ഇത് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നൂറ്റാണ്ട് കാലം. എന്നാൽ ഈ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിനിടയിൽ കേരളത്തിൽ വന്ന സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം എപ്പോഴും നാവെടുത്താൽ പറയുന്നത് പാവപ്പെട്ടവന്റെ വേദാന്തമാണ്. പാവപ്പെട്ടവന് വേണ്ടി പണിയെടുക്കുന്നവന് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന അടിമവർഗ കീഴാളവർഗം, അതുപോലെ തന്നെ അവരെ വിശേഷിപ്പിക്കുന്ന പട്ടികജാതി പട്ടികവർഗ ദളിത് ആദിവാസി സമൂഹം, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, കറുത്ത നിറമുള്ളവർ, അസ്പൃശ്യർ, അകത്തി നിർത്തപ്പെട്ടവർ, അവർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് കമ്മ്യൂണിസം. ഇതല്ലേ കമ്മ്യൂണിസ്റ്റ് വായ്ത്താരി കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ സവർണ തമ്പുരാക്കന്മാർ ഇപ്പോഴും വേയുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സവർണ മേധാവിത്വ പാർട്ടിയാണ്. 26 തവണ സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനം 3 സംസ്ഥാനങ്ങളിലായി കിട്ടിയപ്പോൾ അതിൽ 24 തവണയും സവർണ മേധാവികളെയും ബ്രാഹ്മണനെയും മാത്രം മുഖ്യമന്ത്രിയാക്കിയ പാർട്ടിയാണ്. കേന്ദ്ര ഗവൺമെന്റിൽ 2 തവണ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയപ്പോൾ അത് 2ഉം ബ്രാഹ്മണന് സംവരണം ചെയ്ത പാർട്ടിയാണ്. കേന്ദ്രത്തിലെ ലോക്സഭയിലെ സ്പീക്കർ സ്ഥാനം 1 തവണ കിട്ടിയപ്പോൾ അതും ബ്രാഹ്മണന് കൊടുത്ത പാർട്ടിയാണ്. 100 വർഷത്തിലേറെ പാരമ്പര്യവും പഴക്കവും അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പരമോന്നത അധികാര സഭയായ പോളിറ്റ് ബ്യൂറോയിൽ 98% ബ്രാഹ്മണരെ കുത്തി നിറച്ച പാർട്ടിയാണ്. ഇപ്പോഴും സവർണാധിപത്യത്തിന്റെ കൊടിയുയർത്തി നിർത്തിക്കൊണ്ട് പാവങ്ങളുടെയും പട്ടിണിക്കാരുടെയും ആദിവാസി ദളിത പിന്നോക്ക പട്ടികജാതി പട്ടികവർഗക്കാരന്റെയും കറുത്തവന്റെയും പാട്ടുപാടിക്കുമ്പോൾ അവന്റെ മേൽ കുതിര കയറിക്കൊണ്ട് അവന്റെ വിയർപ്പും ചോരയും ഊറ്റിക്കുടിക്കുന്ന ഇത്തിൽ കണ്ണികളുടെ പാർട്ടിയാണ്. അതാണ് ബിന്ദുവിന്റെ സംഭവം തിരുവനന്തപുരത്ത് തെളിയിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന സംഭവങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ആർക്കും കഴിയില്ല. കഴിഞ്ഞ 10 വർഷം തികയാൻ പോകുന്ന പിണറായി വിജയന്റെ ഭരണകാലഘട്ടം കേരളത്തില് ആദിവാസികൾക്ക്, ദളിതർക്ക്, പിന്നോക്കക്കാർക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, OBC വിഭാഗങ്ങൾക്കെതിരെ നടന്ന അക്രമങ്ങളുടെ നമ്പർ എടുത്താൽ 1000-ലധികം വരും. 1000-ലധികം. സംശയമുണ്ടെങ്കിൽ കേരള ഗവൺമെന്റിന്റെ ക്രൈം റെക്കോർഡ് പരിശോധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കേസുകളുടെയും ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ക്രൈം റേറ്റ് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. അവിടെ ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഒരു വശത്ത് വേടനെ കൊണ്ടുവന്ന് സ്റ്റേജ് കെട്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കി സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് മുടിച്ചുകൊണ്ട് പരിപാടി നടത്തുകയാണ്. ഇപ്പോൾ വേടന് വേണ്ടി വേദി ഒരുക്കുന്നത് ആരാ? സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പൊടിച്ചുകൊണ്ട് നടത്തുന്ന ഈ മാമാങ്കം വേടന്റെ പേരിൽ നടത്തുമ്പോൾ, പിന്നോക്ക പട്ടികജാതി ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുമ്പോൾ, അവിടെ മറുവശത്ത് അതേ ദിവസം അതേ സമയം ഒരു പട്ടികജാതി സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ രാപ്പകലില്ലാതെ പീഡിപ്പിക്കുകയാണ്. നീ കുറ്റം ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നിന്റെ 2 പെൺമക്കളെ കൂടി ഈ കേസിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞത് ഇവിടുത്തെ സവർണ തമ്പുരാക്കന്മാരാണ്. അവർക്കെതിരെ നടപടിയില്ല. ഒരു ദിവസം രാവും പകലും പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് കഴിച്ചുകൂട്ടി കഴിഞ്ഞ് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ കക്കൂസിൽ പോയി ഉള്ള വെള്ളം കുടിച്ചോളാൻ പറഞ്ഞത് കേരളത്തിന്റെ പോലീസാ, ഇവിടുത്തെ പിണറായി വിജയന്റെ പോലീസാ.
ഇതൊക്കെ എത്ര തവണ ആവർത്തിച്ചാലും കണ്ടാലും കേട്ടാലും പഠിക്കാത്ത ഒരു സമൂഹമായി മലയാളി മാറുകയാണ്. ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചു പോയ മധുവിനെ തല്ലിക്കൊന്ന അതേ കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. രണ്ടുപേരും ദളിതരായിരുന്നു. അങ്ങനെ ദളിതരുടെ മേൽ തേർവാഴ്ച നടത്തുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ കിരാതമായ ഈ വാഴ്ചയ്ക്ക് മറയിടാൻ, തിരശീലയിടാൻ പുകമറ സൃഷ്ടിക്കുകയാണ് വേടനെ കൊണ്ടുവന്ന്. വേടൻ കേവലം ഒരു കോടാലിക്കൈ മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടത്തിന്റെ, മുഖ്യമന്ത്രിയുടെ അധികാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും വോട്ടുകൾ ഇടതുപക്ഷത്തിന് വാരിക്കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെറും ചട്ടുകവും ചൂലും മാത്രമാണ് വേടനെന്ന് വേടൻ പിന്നീട് തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞവരുണ്ട് ഭാരതത്തിൽ. ഞാൻ പറയുന്നത് കന്നയ്യകുമാറിന്റെ പേരാണ്. ഇതുപോലെ എഴുന്നള്ളിച്ച് കൊണ്ടു നടന്ന കന്നയ്യകുമാർ ഇന്നിപ്പോൾ എവിടെയാ? ഇടതുപക്ഷം കൊണ്ടുവന്നല്ലോ, എഴുന്നള്ളിച്ച് കൊണ്ട് നടന്നല്ലോ, ഇപ്പോൾ എവിടെയാ? അതുപോലെ തന്നെ വലിയ പാട്ടുകാരൻ എന്ന് പറഞ്ഞ് ആന്ധ്രാപ്രദേശിൽ ആദിവാസികളുടെ പാട്ടുകാരനെ കൊണ്ടുവന്നല്ലോ, ആ പാട്ടുകാരൻ ഇപ്പോൾ എവിടെയാ? ഓരോ സംസ്ഥാനത്തും ഇങ്ങനെ എഴുന്നള്ളിക്കുന്ന കെട്ടുകാഴ്ചകളൊക്കെ അവസാനിക്കുമ്പോ കരിമ്പ് ചെണ്ടി പോലെ വലിച്ചെറിയപ്പെടുന്ന ഇത്തരം വേടന്മാരുടെ അവസാനത്തെ ആശ്രയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇടതുപക്ഷ ഭരണമല്ല, ഇടതു പ്രസ്ഥാനങ്ങളുമല്ല. അവരെയൊക്കെ ബൂർഷ്വാ പാർട്ടികൾ കൊണ്ടുപോയി അവർ MLA-മാരും മറ്റുമാക്കി ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇത് നിരന്തരം തുടരുന്നത് എന്തുകൊണ്ടാ? താൽക്കാലികമായി അല്പകാലത്തേക്ക് വോട്ട് മേടിക്കാനുള്ള, വോട്ട് വാരിക്കൂട്ടാനുള്ള യന്ത്രങ്ങളാക്കി മാത്രം ഇവരെ കാണുകയും സ്റ്റേജിൽ കയറ്റി പാട്ടുപാടിക്കുകയും പ്രസംഗിപ്പിക്കുകയും നൃത്തം ചെയ്യിക്കുകയും ചെയ്ത് തങ്ങളുടെ വോട്ട് പെട്ടി നിറയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇടതുപക്ഷ കാപട്യം കേരളത്തിൽ അരങ്ങ് തകർക്കുമ്പോഴാണ് മറുവശത്ത് നിൽക്കുന്നത് ബിന്ദു ഒറ്റയ്ക്ക്. ആ ബിന്ദുവിന്റെ കൂടെ ഇവിടെ കോടതികളില്ല, സ്വമേധയാ കേസെടുക്കുന്ന ഒരു കോടതിയും ഇത് കണ്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. സാംസ്കാരിക നായകന്മാരാരും ബിന്ദുവിന്റെ രോദനം കേട്ടില്ല എന്നോർക്കണം. സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ പ്രസ്താവന എഴുതാൻ തൂലികയിൽ മഷി പറ്റിയത് എന്തുകൊണ്ടാണ് എന്നോർക്കണം. എന്തുകൊണ്ടാണ് സ്ത്രീ പീഡനത്തിനെതിരെ സ്ത്രീകൾ, സ്ത്രീപക്ഷ സംഘടനകൾ തെരുവിലിറങ്ങാത്തത് എന്നോർക്കണം. ഇവരെല്ലാം എച്ചിൽ പട്ടികളാണ്. ഈ പറയുന്ന സാഹിത്യ സാംസ്കാരിക നായകന്മാരും സ്ത്രീപക്ഷ ജനാധിപത്യ വിശ്വാസികളും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സംഘടനകളും അതിന്റെ നേതാക്കന്മാരും എല്ലാവരും പിണറായിയുടെ മുമ്പിലെ വെറും എച്ചിൽ പട്ടികൾ മാത്രമാണ്. അതുകൊണ്ടാണ് ആദിവാസി സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത്. ഭരണസിരാ കേന്ദ്രത്തിന്റെ തിരുവനന്തപുരത്തിന്റെ മൂക്കിന് താഴെ നടന്ന ഈ സംഭവത്തോട് പ്രതികരിക്കാൻ എന്തുകൊണ്ടാണ് സാംസ്കാരിക കേരളം മടിക്കുന്നത്? പിണറായിയെ പേടിച്ചിട്ടാണ്. പിണറായിയുടെ ഉപ്പും ചോറും തിന്നുന്നതുകൊണ്ടാണ്. പിണറായിയുടെ പുരസ്കാരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതികരണമില്ല? കേരളം ചോദിക്കേണ്ട ചോദ്യമാണ് നീതു ചോദിച്ചത്. തീർച്ചയായും ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ പിണറായി സർക്കാർ 4ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു ആഘോഷ പരിപാടികളൊക്കെ അവർ നടത്തുകയാണ്. അപ്പം വികസന നേട്ടങ്ങൾ, ഭരണ നേട്ടങ്ങളൊക്കെയാണ് എണ്ണി പറയുന്നത്. അവിടെയാണ് ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ 10ാം വർഷം, 10 വർഷമാവുന്നു പിണറായി സർക്കാർ വന്നിട്ട്. അപ്പം ഈ 10 വർഷത്തിനിടയ്ക്ക് ആദിവാസി, പട്ടികജാതി, പട്ടികവർഗ, ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1000-ലധികമാണ്. അപ്പോൾ ഇവരോടൊപ്പം നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയും ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന ഒരു പോലീസ് ഭാഷ്യം അല്ലെങ്കിൽ സർക്കാർ ഭാഷ്യമാണ് നിലവിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവരെ സംരക്ഷിക്കുന്നു എന്നതിന്റെ ഒരു പ്രിവിലേജ് ആണ് വേടന് ലഭിക്കുന്നത്. വേടനെ പോലെയുള്ളവരെ ഈ ജാതിയുടെ ഒരു മേൽക്കോയ്മ നൽകി അല്ലെങ്കിൽ ഈ ജാതിയുടെ ഈ ജാതിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കുത്തിഘോഷിക്കുമ്പോൾ ജയസൂര്യൻ സാറിന്റെ ഭാഷയിൽ പറഞ്ഞ കെട്ടി എഴുന്നള്ളിച്ച് നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടുന്ന, ഇതിന്റെയൊക്കെ ഇതിന്റെ ഒരു പ്രിവിലേജ് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടിയിരുന്ന ഒരു ജനതയെ കണ്ടില്ലെന്ന് നടിക്കുന്നു. അതിന്റെ വ്യക്തമായ ശക്തമായ ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.